ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ ഓടിയിരിക്കുന്നു. പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അല്ല മണിയെ, ഈ ജനങ്ങൾ നക്കിയ ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, അത് മണിന്റെ തണ്ടുണ്ടാക്കിയ സ്വത്തുനിന്ന് കൊടുത്തതാണോ? അല്ലല്ലോ. ഇനി മണി കട്ടുണ്ടാക്കിയ സ്വത്തുനിന്ന് കൊടുത്തതാണോ? അതുമല്ല. ഇനി മണിന്റെ മുത്തപ്പനായിട്ടുള്ള ഇരട്ടച്ചങ്കന്റെ സ്വത്താണോ? അല്ല. അല്ലെ, പുള്ളി കട്ട സ്വത്തുമല്ല. ഇനി പുള്ളിന്റെ അച്ഛൻ്റെ അച്ഛനോ കട്ടതോ അല്ലെങ്കിൽ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു സ്വത്തുമല്ല ഒന്നും കൊടുത്തു. അല്ലെ, ഇത് നമ്മൾ ജനങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പിഴിഞ്ഞ സെസ്സായിട്ടും അല്ലാണ്ടും മറ്റതുമായിട്ട് ഉണ്ടാക്കിയ പൈസ അല്ലേ? അത് തന്നെ കൊടുത്തതോ ഗഡുക്കളായിട്ട് കുടിശ്ശിക വെച്ച്, അല്ലേ? അപ്പൊ പിന്നെ ഈ തോറ്റ അമ്പിയിട്ടുള്ള സ്വർണം കട്ട കള്ളന്മാരുടെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മണി ഒരു കാര്യം ചെയ്യും, അടുത്ത ഏതെങ്കിലും ചാണകക്കുണ്ടുണ്ടാവും. അതാണല്ലോ സംഭവിച്ചത്. ചാണകങ്ങൾക്കാണല്ലോ വോട്ടൊക്കെ അങ്ങോട്ട് പോയത്. അപ്പൊ അതേ ചാണകക്കുണ്ടിലായിട്ട് മണി ഒന്ന് എടുത്ത് ചാടിയിട്ട് 4 ചാണകപ്പുഴുക്കളെ തിന്ന് വയറിന്റെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഈ തോൽവിയുടെ ഒരു വിശപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അതങ്ങോട്ട് തീർക്കണമായിരിക്കും മണിക്ക് നല്ലത് കേട്ടോ. ഇത് മണിന്റെ തറവാട്ട് സ്വത്തല്ല മണി അങ്ങോട്ട് തള്ളിക്കൊടുത്തത്. ജനങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കൊടുക്കാണ്ട് വെച്ച് നീയൊക്കെ ഇരുന്നുണ്ടാക്കിയിട്ടുള്ള പൈസയാണ്. നീയൊക്കെ സുഖിച്ച് ജീവിച്ചതിന്റെ ബാക്കിയാണ് നീയൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പം മണി ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ചിലയ്ക്കാൻ.